ഇന്നലെ മലയാളിക്ക് ഏറ്റവും അഭിമാനകരമായ ദിവസങ്ങളിലൊന്നാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടന് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും പരമോന്നത പുരസ്കാരമായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു രാത്രി കടന്നു പോവുകയായിരുന്നു. ഇന്ന് പുലർച്ചെ പ്രിയ നടൻ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ കൊച്ചിയിൽ മടങ്ങിയെത്തി. അദ്ദേഹം പുരസ്കാര നേട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. ഇനിയും മലയാളത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നും പ്രിയ നടൻ പറഞ്ഞു. അല്ലേ, അങ്ങനെ സംഭവിച്ചു. ഒരുപാട് സന്തോഷം. അല്ല, ഇത്ര നാൾ 48 വർഷം എൻ്റെ കൂടെ നടന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നു. അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രേക്ഷകരോട്, എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട്, എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട്. തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകും. അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആകട്ടെ. തീർച്ചയായും കഴിഞ്ഞ 47 വർഷങ്ങളായി മോഹൻലാൽ നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാഴ്ചയിലും നമ്മൾ മോഹൻലാലിനെ പുതുക്കി കാണുകയാണ്. അത്രമാത്രം അഭിനയകലയുടെ, വേഷപ്പകർച്ചയുടെ എത്രയോ അസാധാരണമായ സാധ്യതകളെയാണ് മോഹൻലാൽ നമുക്ക് പകർന്നു നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പോലും അറിയപ്പെടുന്ന അഭിനയ പ്രതിഭയായി, മലയാളത്തിൻ്റെ അഭിമാനമായി, മലയാളത്തിൻ്റെ വിസ്മയമായി പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്നെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഓരോ മലയാളിക്കും പറയാനുള്ളത്. അത്രമാത്രം സന്തോഷമാണെന്നേ ഓരോ മലയാളിക്കും ഇന്നലത്തെ രാത്രിയിൽ ഈ വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തിയ നിമിഷം മുതൽ. അമൽനാഥ് കൊച്ചിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട് ലാലേട്ടൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ലാലേട്ടൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ ഇനിയും കാണും കേട്ടോ, അതിൻ്റെ വിവരങ്ങൾ കൂടി അമൽ കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കും. അമൽ, നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ വാർത്താ സമ്മേളനത്തിനായി. രാവിലെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതിനു ശേഷം നമ്മളോട് സംസാരിച്ചു, ആ നേട്ടത്തിൻ്റെ സന്തോഷം പങ്കുവച്ചു. മലയാള സിനിമയിലെ ഓരോരുത്തർക്കും, തൻ്റെ പ്രേക്ഷകർക്ക്, പ്രിയപ്പെട്ടവർക്ക്, സ്നേഹിച്ചവർക്ക്, അങ്ങനെ എല്ലാവർക്കും ആ അവാർഡ് പകുത്തു നൽകുകയാണ് പ്രിയപ്പെട്ട ലാലേട്ടൻ. മനു, തീർച്ചയായും ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മലയാളികൾ വലിയ സന്തോഷത്തിലാണ് എന്ന് തന്നെ പറയണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതികളിലൊന്നായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ സ്വന്തം, അല്ലെങ്കിൽ മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ആ സന്തോഷത്തിന് കാരണം. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ തന്നെ കേരളത്തിൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയണം. മലയാളികളില്ലടുത്തൊക്കെ ആ ഒരു ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ കേക്ക് മുറിച്ചായിരുന്നു ഈ ആഘോഷം നടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ചെന്നൈയിലായിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം ഒരു 6:30 കൂടിയാണ് അദ്ദേഹം എറണാകുളം അല്ലെങ്കിൽ കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരണവും നടത്തിയിരുന്നു. ഇത്തരത്തിലൊരു അവാർഡ് തനിക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം ഉണ്ടായത്. ഒപ്പം തന്നെ കഴിഞ്ഞ 48 വർഷമായി ഇത്തരത്തിൽ തൻ്റെ കൂടെ പ്രവർത്തിച്ചവരെയൊക്കെ ഈ ഒരു വേളയിൽ താൻ ഓർക്കുകയും ചെയ്യുന്നു. ഇനിയും നിരവധി പുരസ്കാരങ്ങൾ മലയാള സിനിമ ലോകത്തെ തേടി എത്തട്ടെ എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ വലിയ സന്തോഷത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായതെന്ന് പറയണം. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, മോഹൻലാലിൻ്റെ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് തേടിയെത്തിയത് എന്നുള്ളതാണ്. 2ാം തവണയാണ് മലയാളത്തിന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. 2004 അടൂരിന് ഇത്തരത്തിൽ ഒരു അവാർഡ് ലഭിക്കുന്നത് ആദ്യമായി. പിന്നീട് മോഹൻലാലിലേക്ക് ഈ അവാർഡ് ലഭിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. അതായത് നിരവധി ഹിറ്റ് സിനിമകൾ ഈ അടുത്ത കാലത്ത് മോഹൻലാലിന് സമ്മാനിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് മലയാള സിനിമയിൽ നിരവധി, അതല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഫാൽക്കെ അവാർഡ് മോഹൻലാലിനെ തേടിയെത്തുന്നത് എന്ന ഒരു സന്തോഷം കൂടി അതിൻ്റെ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരൊക്കെ അദ്ദേഹത്തെ വിളിച്ച് ഈ ഒരു അഭിനന്ദനം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർ, സിനിമ രംഗത്തുള്ളവർ നിരവധി പേർ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇപ്പോൾ വിളിച്ച്, അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ചിട്ടാണെങ്കിലും ഇത്തരത്തിൽ അഭിനന്ദനം അറിയിച്ച, അല്ലെങ്കിൽ അഭിനന്ദനം അർപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ മലയാള സിനിമാ ലോകം, അല്ലെങ്കിൽ മലയാളികളൊക്കെ തന്നെ ഈ ഒരു വാർത്ത കേട്ടത് മുതൽ തന്നെ വലിയ സന്തോഷത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ തന്നെ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു 10:30 കൂടി അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണും. അതിനുശേഷം, അല്ലെങ്കിൽ ആ പ്രസ് മീറ്റിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് അദ്ദേഹം നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് മലയാള സിനിമ ലോകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
ഓക്കെ, താങ്ക് യു അമൽ. ഏതായാലും ഏറ്റവും സന്തോഷമാണ്. മലയാള സിനിമാ ലോകത്തിന് മാത്രമല്ല ഓരോ മലയാളിക്കും ഏറ്റവും അഭിമാനമാണ്. മോഹൻലാലിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നതിൽ പരം സന്തോഷം നമുക്ക് വേറെയില്ലല്ലോ. നമ്മളെ കൂടിയല്ലേ ഈ നേട്ടങ്ങളൊക്കെ അഭിമാനപ്പെടുത്തുന്നത്. അത്രമാത്രം സന്തോഷമല്ലേ നമുക്ക് ഓരോരുത്തർക്കും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഈ മഹത്തായ നേട്ടത്തിൻ്റെ സന്തോഷം പങ്കുപറ്റിക്കൊണ്ട്.